എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 30 മെയ് 1 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് സന്തോഷ് കുമാർ യാദവ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, IPL 150 വിജയം നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? IPL 150 വിജയം നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണിയാണ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, ചൈനയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പ് ഒന്നാം സ്റ്റേജിൽ പുരുഷ റിക്കർവ് ടീമിനത്തിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ്? ചൈനയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിന്റെ ഒന്നാം സ്റ്റേജിൽ പുരുഷ റിക്കർവ് ടീമിനത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് ദുബായിലാണ്. നമ്മുടെ ആറാമത്തെ ചോദ്യം, ലോക തൊഴിലാളി ദിനം എന്നാണ്? ലോക തൊഴിലാളി ദിനം മെയ് 1 നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 ജൂണിൽ നടക്കുന്ന 2020 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടാണ് സഞ്ജു സാംസണെ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള 15 അംഗ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? 2020 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള 15 അംഗ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനം സമുദ്രത്തിലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ വിസ്ഫോടനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ ഉപഗ്രഹത്തിന്റെ പേര്? കാലാവസ്ഥാ വ്യതിയാനം സമുദ്രത്തിലെ ഫൈറ്റോ പ്ലാങ്ക്ടൺ വിസ്ഫോടനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ ഉപഗ്രഹമാണ് പേസ് സാറ്റലൈറ്റ്. നമ്മുടെ പത്താമത്തെ ചോദ്യം, 2025 ലോക ബാഡ്മിന്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം? 2025 ലോക ബാഡ്മിന്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. നമ്മുടെ 11ാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ തകർന്ന ഓൾഡ് കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? 2024 ഏപ്രിലിൽ തകർന്ന ഓൾഡ് കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയയാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ 12ാമത്തെ ചോദ്യം, ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾസ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ? 2024 ഗോൾസ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? അലോക് ശുക്ല. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരനാണ് ആര്? അലോക് ശർമ്മ. അപ്പൊ ഇതോടെ നമ്മുടെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട് വേണ്ടവർ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ LDCയുടെ ഫ്രീ ക്ലാസ്സുകൾ വേണ്ടവരും റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനും ഇൻഫർമേഷൻസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.